ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 61 റിവ്യൂ ആണ്. ചലഞ്ചേഴ്സ് ആയിട്ട് വന്ന ആളുകൾ സാബുമോൻ, അതേപോലെ തന്നെ ശ്വേത, അവരുടെയൊക്കെ മൊമെന്റ്സ് ഭയങ്കര രസകരമായിരുന്നു. അവർ ആളുകളോട് സംസാരിക്കുന്നത്, അവരുടെ ഗെയിം പ്ലാൻ, അവരുടെ ഗെയിം അനാലിസിസ്, അതൊക്കെ രസകരമായിരുന്നു. ബി ഹോട്ടൽ ടാസ്ക് അമ്പേ പരാജയമായിരുന്നു. ആ പരാജയത്തിന്റെ കാരണം നിങ്ങളാണ് എന്ന് ബിഗ് ബോസ് നേരിട്ട് വിളിച്ച് പവർ ടീമിനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ ഒരു ടാസ്ക് പരാജയപ്പെട്ടു എന്ന് ബിഗ് ബോസ് പറഞ്ഞത്? അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്തത്? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ടുള്ള ഈഗോ വെച്ചിട്ടാണ് കളിച്ചത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈഗോ, എല്ലാവരും ബാക്കിയുള്ള ആൾക്കാരെ എന്തോ ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. ആർക്കും പവർ ടീം വഴി ഒരു സ്പേസ് കിട്ടരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി അവർക്കുണ്ട്. ഗസ്റ്റ് ഹോട്ടൽ അതിൻ്റെ നടത്തിപ്പ് അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നേ ഇല്ല. പവർ ടീം ആണ് ഹോട്ടലിനെ നടത്തിപ്പുകാർ. ബാക്കിയുള്ള ആളുകൾക്ക് ഒരിക്കലും ഈ ഒരു ടാസ്ക് കൊണ്ട് ഗുണമുണ്ടാവരുത് എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ ഗെയിം കളിച്ചത്. അല്ലാതെ വേറെ ഒരു കാരണം എനിക്കതിൽ കാണാനായിട്ട് പറ്റുന്നില്ല. അതിനകത്ത് പവർ ടീമിൽ നിന്നല്ലാതെ ഒരാൾക്ക് പോലും അവരൊരു ചാൻസ് കൊടുത്തതായിട്ട് എനിക്കറിയില്ല. ഇന്ന് രാവിലെ അപ്സരയും അതേപോലെ തന്നെ റസ്മിനും ഒക്കെ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്സര പറയുന്ന ചില കാര്യങ്ങൾ ഉള്ളതാണ്. ഒന്ന്, ഋഷിയുടെ ഒരു പെരുമാറ്റം, അതേപോലെ തന്നെ അവർക്ക് അവസരം കൊടുക്കാതിരുന്ന ഒരു കാര്യം. ചിലത് ഓക്കെ, അതിനകത്ത് വലിയ സംഗതിയൊന്നുമില്ല. ഇപ്പോൾ അപ്സരയുടെ ഇന്നലത്തെ പെർഫോമൻസ് അത് മികച്ചതാണെന്ന് പറയാൻ പറ്റില്ല. അത് പ്രേക്ഷകർക്കും അഭിപ്രായമില്ല, പവർ ടീമിനും അഭിപ്രായമില്ല. ഏറ്റവും വേസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്സരയാണ് എന്ന് പറയുന്നതിനകത്ത് മടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹോട്ടലിൻ്റെ ഒരു പെരുമാറ്റ രീതികൾക്ക് വിരുദ്ധമായിട്ടാണ് അപ്സര ടിപ്പ് ചോദിച്ച് ആളുകളെ വെറുപ്പിച്ചത്. പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഓക്കെ, ഗസ്റ്റ് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളുകളായതുകൊണ്ട് ഓക്കെ. വേറെ വല്ല ഗസ്റ്റുകളായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കില്ല. ഈ ഗസ്റ്റുകൾ ടോട്ടൽ കണ്ടസ്റ്റൻസിന് നോക്കിയിട്ട് തമ്മിൽ ഭേദം ഉള്ള ആൾക്കാരെ ശരിക്കും ഒന്ന് ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അതേപോലെ സാബു ഇന്ന് അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു ഗെയിം അനാലിസിസിൽ പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ഇവിടെയുള്ള ആളുകളെല്ലാം വളരെ യങ്ങാണ്, അതുകൊണ്ട് തന്നെ ചില ന്യൂനതകളുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സാബു വലിയ തീവ്രമായിട്ടുള്ള ഒരു ഗെയിമൊന്നും അവിടെ ഇറക്കിയില്ല. ഇപ്പോൾ ജിൻഡോ അതേപോലെ തന്നെ ജാസ്മിനെ കുറിച്ചിട്ടൊക്കെ മികച്ച ഗെയിമേഴ്സ് എന്നുള്ള പരാമർശം ഉണ്ടായെങ്കിലും ബാക്കിയുള്ള ആളുകളുടെ ഗെയിം പൊളിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇവരെ സമ്മർദ്ദത്തിലാക്കാനായിട്ടോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ശ്വേത വന്ന സമയത്താണ് കുറച്ചും കൂടെ ക്യൂട്ടായിട്ടുള്ള രസകരമായിട്ടുള്ള മൊമെന്റ്സ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാലും അതൊന്നും ഇവരെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലേക്കായിരുന്നില്ല. വലിയ സാധ്യതകളുണ്ടായിരുന്നു ഈ ഒരു ഗസ്റ്റിനെ വെച്ച് ഈ ഒരു ഹോട്ടൽ ടാസ്ക് മികച്ചതാക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ എടുത്തു പറയേണ്ട നല്ല ടീം പെർഫോമൻസ് ഡെന്ന് തന്നെയാണ്. ജിൻഡോയെ ആ ഒരു രത്നം നോക്കാനായിട്ട് ഏൽപ്പിച്ചു. അദ്ദേഹം ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തു. ചെറിയൊരു ചീത്തപ്പേര് കേൾപ്പിച്ചു. അത് എല്ലാ തവണ ഉള്ളതാണ്. ജിൻഡോയ്ക്ക് തൻ്റെ ടീം മേറ്റ്സിന് തീരെ വിശ്വാസമില്ല. അത് അർജുനും ശ്രീതും ഒക്കെ ആവുന്ന സമയത്ത് ഒട്ടും വിശ്വാസമില്ല. ശ്രീതു അർജുന് വേണ്ടിയാണ് കളിക്കുന്നത്, അർജുൻ ശ്രീതുവിന് വേണ്ടിയാണ് കളിക്കുന്നത്, ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടിയാണ് കളിക്കുന്നത് എന്നൊക്കെയുള്ള സ്ഥിരം പേടികൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ശ്വേത മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി അവസാനത്തെ ഒരു കാര്യം ആദ്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, അത്താഴ സമയത്ത് എല്ലാവരും എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് ജാസ്മിൻ നോറയോട് സോറി പറയുന്നുണ്ട്. നോറയുടെ കരച്ചിലിൻ്റെ കാര്യം പറഞ്ഞ് വേദനിപ്പിച്ചതിന് സോറി പറയുകയാണ്. അതിലെ ആത്മാർത്ഥതയെ കുറിച്ചിട്ട് എനിക്ക് നല്ല സംശയമുണ്ട്. രാവിലെ റോബോ ആയി നിന്നപ്പോഴും നോറയെ കുറിച്ചിട്ട് ജാസ്മിൻ പറഞ്ഞത് ഈ കരച്ചിലിൻ്റെ അതേ കാര്യമാണ്. എന്നിട്ട് വൈകിട്ട് വന്ന് സോറി പറയുന്നു. ഓക്കെ, നാളെ മുതൽ കുറച്ചും കൂടെ സ്നേഹത്തോടെ പെരുമാറാനായിട്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ നോറയ്ക്ക് അതൊന്നും ഏഷാനായിട്ടുള്ളൊരു സാധ്യതയില്ല. നോറയ്ക്ക് അതിനകത്തൊരു ഗെയിമുണ്ട്. ഇപ്പം നോറയോട് സോറി പറഞ്ഞതിനകത്ത് ആത്മാർത്ഥത ഇല്ല എന്ന് പറഞ്ഞാലും നോറയ്ക്ക് അതിനകത്തൊരു ഗെയിമുണ്ട്. നോറയുടെ ഗെയിം ആ ഒരു കരച്ചിലും ജാസ്മിൻ അങ്ങനെ പറഞ്ഞതിലും ജാസ്മിനോടുള്ള ഇഷ്ടക്കേടിലുമാണ് നിൽക്കുന്നത്. പിന്നെ റസ്മിൻ ജാസ്മിനോട് സോറി പറയുന്നുണ്ട്. അതിലും ആത്മാർത്ഥതയൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. കാരണം ഇന്നലെ അവിടെ പുറത്തു പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അടിച്ച വിഷ്വലൊന്നും നമ്മളെ കാണിച്ചിട്ടില്ല, കാണിക്കാൻ പറ്റില്ല. ഒന്ന് കാണിച്ചതിൻ്റെ കേട് ഇതുവരെ മാറിയിട്ടില്ല. ഇന്നും ജാസ്മിനെതിരെയുള്ള ചില ആക്ഷൻ എടുക്കാനായിട്ട് റസ്മിനായിരുന്നു മുന്നിൽ. റോബോയെ പിരിച്ചു വിടണം. അതേപോലെ തന്നെ റോബോ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, ഓവറാവുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും റസ്മിൻ ജാസ്മിന് എതിരായിട്ട് തന്നെയാണ് ഗെയിം കളിച്ചത്. എന്നിട്ട് വൈകിട്ട് വന്ന് ആ ഒരു പശ്ചാത്താപത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞ് പിന്നീട് കെട്ടിപ്പൊണ്ണിരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഇനിയിപ്പോൾ ഇതിനകത്ത് എൻ്റർടൈൻമെൻറ്റ് ആരാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ടണൽ ടീം തന്നെയാണ്. അത് അവർ കൊടുത്തതിനകത്ത് കയ്യിൽ നിന്ന് പോയ ചില സാഹചര്യങ്ങളുണ്ട്. കൊടുത്തതിനകത്ത് എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫണ്ണുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്ത് ഡ്രൈ ആയി പോയേനെ. രാവിലെ അവർ റോബോനെ അടിച്ചു മാറ്റിയതും ചിപ്പ് മാറ്റിയതും ഒക്കെ രസമായിരുന്നു. അതേപോലെ സ്വന്തമായിട്ടൊരു തട്ടുകട ബിസിനസ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ അടിച്ചു മാറ്റിയതും ഒക്കെ രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. കത്തി അടിച്ചു മാറ്റിയതും അവസാനം മറ്റേ മുളക് പൊടി അടിച്ചു മാറ്റിയതും നന്ദനയുടെയൊക്കെ നല്ല രസമുള്ള കുറേ മുഹൂർത്തങ്ങൾ എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തു.
ശരിക്കും സായിയൊക്കെ ഇന്നാണ് കുറച്ചും കൂടെ നമുക്ക് അടുത്ത് അറിയാനായിട്ട് പറ്റുന്നത്. സായിയൊക്കെ ഈ പുറത്ത് കാണുന്ന അത്ര മാസ് പരിപാടിയൊന്നുമല്ല. മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത സംഭവമാണ്. സായിയൊക്കെ നല്ല മനുഷ്യന്മാരാണ്. വലിയ ഗെയിമർ എന്നുള്ള രീതിയിലൊന്നുമല്ല, പാവങ്ങളായിട്ടുള്ള മനുഷ്യന്മാരാണ്. അവർ ഭയങ്കര നൈസായിട്ട് തന്നെ ഗെയിം കളിക്കുന്നു. അതേപോലെ ടീമായിട്ട് എടുക്കുന്ന ഡിസിഷനിലൊക്കെ അവർ അവസാനം വരെ ഒത്തൊരുമിച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കണ്ട പോസിറ്റീവുകളാണ്. ബി ഹോട്ടൽ ടാസ്ക് അമ്പെ പരാജയമാണ്. ബാക്കിയുള്ള സംഭവങ്ങൾ ഇത്രയധികം ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്കിടയിലുള്ള ചില സംഭവങ്ങളൊക്കെ മൊത്തത്തിൽ രസമായിരുന്നു. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പ്രോപ്പറായി പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ ഇതിൽ നിന്നൊന്ന് അവോയ്ഡ് ചെയ്യുകയാണ്. കിച്ചൺ മാനേജ് ചെയ്യുന്ന ടീം, ഡ്യൂട്ടി കിട്ടിയ ടീം ഇന്നലെ രാജിവെച്ചതുകൊണ്ട്, അത്രയധികം ആളുകൾ രാജിവെച്ചതുകൊണ്ട് പവർ ടീം ആകെ പരിങ്ങില്ലായി. ഇന്ന് റൂമിൽ ഒളിച്ചിരിക്കാനൊന്നും പറ്റിയില്ല. പവർ ടീമാണ് കിച്ചണിൽ ഇറങ്ങി പണി ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ വലിയൊരു പണിയും കൂടെ അവർക്ക് കിട്ടി. അവരുടെ കത്തികൾ ആരോ അടിച്ചുകൊണ്ട് പോയി, ആരോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആരാണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, ആരാണെന്ന് ചോദിച്ചിട്ട് ആരും ഒട്ട് പറയുന്നില്ല. അതിൻ്റെ കൂടെ അഭിഷേകിൻ്റെ തൊപ്പി, അധികാരത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള തൊപ്പിയും ആരോ അടിച്ചുകൊണ്ട് പോയി. സായിയാണ് കത്തി എടുത്തത് എന്നുള്ളത് ലൈവിൽ നമ്മൾ കണ്ടതാണ്. അവർ പുറത്ത് വേറെ ഒരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന റിബൽ പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാബു പുറത്തേക്ക് വന്ന സമയത്ത് സാബു ഒരു ആശയം ഇട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പുറത്തൊരു തട്ടുകട സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്, ഞങ്ങൾ പുറത്ത് വന്നിട്ട് തട്ടുകട ഡിഷസ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഒരു മീറ്റിംഗ് വിളിച്ച് ഈ മോഷണം പോയ സാധനങ്ങളെ കുറിച്ചിട്ട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് പരിഹാരമൊന്നും ഉണ്ടായില്ല. അതിനുശേഷമാണ് നോറ പുറത്തേക്ക് ഇറങ്ങി വന്ന് വീണ്ടും സായിയോടൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾ ഈ കത്തിയൊക്കെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. റോബോയ്ക്ക് അതുവരെ എവിടെ വേണമെങ്കിലും നടക്കാം. റോബോ എല്ലായിടത്തും നടന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോബോ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. റോബോ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ഫൺ ആക്ടിവിറ്റി, ഒരു ആശയം അവർക്ക് തോന്നുന്നു. റോബോയെ അടിച്ചു മാറ്റുന്നു, ചിപ്പ് മാറ്റുന്നു. റോബോ എല്ലാത്തിനോട് സഹകരിക്കുന്ന, ബിഗ് ബോസ് പറയുന്നത് പോലെ തന്നെ വളരെ പോസിറ്റീവായിട്ട് ഗെയിമിനെ നോക്കി കാണുന്ന ഒരാളാണ്. അവിടെ തന്നെ റോബോ ചിപ്പ് മാറ്റി അവിടെ അവരുടെ കൂടെ അങ്ങോട്ട് കൂടി. അത് കഴിഞ്ഞിട്ട് റോബോ അവിടെ ചെന്നിട്ട് മാറ്റിയ ചിപ്പിൽ ചില തോന്നിയാസങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. അതൊക്കെ രസമായിരുന്നു കേട്ടോണ്ടിരിക്കാൻ വേണ്ടി. പക്ഷെ പവർ ടീം അവർ അമ്പിനും വില്ലിനും എടുക്കുന്ന ടീമുകളല്ല. അവർക്ക് ദേഷ്യമാണ്, അവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ്. അത് കാണുമ്പോഴത്തേനും നമുക്ക് ദേഷ്യം വരും. ഇന്ന് മറ്റേ പവർ ചലഞ്ചിലൊക്കെ അവർ വിജയിക്കരുതേ എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് അവരെ അങ്ങോട്ട് മടുത്തു. എല്ലായിടത്തു നിന്നും ഭയങ്കര നെഗറ്റീവ് വൈബാണ് അവർ അടുപ്പിക്കുന്നത്. എപ്പോഴും തല കുനിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അൻസിബയൊക്കെ മൊത്തത്തിൽ വേറെന്തോ ഒരു വൈബ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ മാറ്റി വെക്കായിരുന്നു. റോബോ അകത്തേക്ക് കയറാനായിട്ടും അവർ സമ്മതിക്കുന്നില്ല. അൻസിബ ഡൗൺ ആയതുകൊണ്ടും റസ്മിൻ അത്രയധികം പവർ ഉള്ളതുകൊണ്ടും റോബോനെ പിരിച്ചുവിടുന്ന തീരുമാനം റസ്മിൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ആത്മാർത്ഥതയുടെ സംഭവം. ആത്മാർത്ഥ സുഹൃത്താണല്ലോ. അതുകൊണ്ട് റസ്മിൻ ജാസ്മിനെ പിരിച്ചുവിടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജാസ്മിനെ പിരിച്ചുവിടുന്നു. ജാസ്മിനെ പിരിച്ചുവിടുന്ന കാര്യത്തിനകത്ത് ശരിക്കും ഇവർ ജാസ്മിനെയാണ് പിരിച്ചുവിടുന്നത്, റോബോനെ അല്ല. അപ്പോൾ റോബോയെ അവർ കൊണ്ടുപോയി. അപ്പോൾ അതിനെ പരിരക്ഷിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. റോബോ എന്ന് പറയുന്നത് മനുഷ്യനല്ല. അപ്പോൾ റോബോയ്ക്ക് മാൽ ഫങ്ഷൻ ആണെന്ന് പറഞ്ഞ് ഇവർ ഒഴിവാക്കുന്നു. അതിനകത്തൊക്കെ അവരുടെ ഒരു ഗെയിമും കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ഒരു ഫണ്ണിനെ ഫണ്ണായിട്ട് എടുക്കാൻ പറ്റാത്ത ആ ഒരു സംഗതിയാണ് ബിഗ് ബോസ് പിന്നീട് വിളിച്ച് ചോദ്യം ചെയ്തത്. നിങ്ങൾക്കൊരു ഫണ്ണിനെ ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ലേ? ഈ സമയത്ത് നമുക്കറിയാം ശ്വേത ജിൻഡോനെയാണ് മറ്റേ ഡയമണ്ട് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. അതിനുശേഷം ആ ഒരു ടീമിനെ മുഴുവനായിട്ട് സെക്യൂരിറ്റി സർവീസിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അർജുൻ ശ്രീതു വന്നിട്ട് ഇത് സംരക്ഷിക്കാൻ ഇരിക്കുന്നുണ്ട്. അർജുന് അടിച്ചു മാറ്റിയാലോ എന്നുള്ളൊരു പ്ലാനുണ്ട്. പക്ഷേ ജിൻഡോ ആത്മാർത്ഥതയുടെ നിറകുടമാണ്, അടിച്ചു മാറ്റരുത് എന്നൊക്കെ പറയുന്നു. ഗോഡ് പ്രോമിസ് ഇടറാ, നീ അടിച്ചു മാറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു ജിൻഡോനെ എനിക്ക് ഫീൽ ചെയ്തു. ഗസ്റ്റ് വന്നപ്പോൾ ഗസ്റ്റിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പുറത്തുള്ള ഔട്ടായിട്ടുള്ള ടീം റോബോനെ കൊണ്ട് ചില പരിപാടികളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് പറയിപ്പിക്കുന്നത്. ഋഷിയെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റോബോ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പഴമായിട്ടുള്ള വ്യക്തിയാണ്, അണ്ണാക്കിൽ പിരിവെട്ടി വല്ലതും എപ്പോഴെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബന്ധവുമില്ലാത്ത കാര്യമായിരിക്കും. ഷാഡോ ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. നോറയെ കുറിച്ചിട്ട് പറഞ്ഞത്, ഓണറായിട്ടുള്ള നോറയെ കുറിച്ചിട്ട് പറഞ്ഞത്, നോറ വന്നാൽ പിന്നെ കണ്ണീർ പരമ്പരയാണ്. അതേപോലെ നോറ എൻ്റെ അടുത്ത് നിന്നാൽ, റോബോട്ടായിട്ടുള്ള എൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ റോബോട്ടിന് പോലും കരച്ചിൽ വരും, നോൺ സ്റ്റോപ്പ് കരച്ചിലുകാരിയാണ്. അൻസിബ നുണ മാത്രം പറയുന്ന ഒരു രാജകുമാരിയാണ്. നന്ദനയെ കുറിച്ച് ചോദിച്ച സമയത്ത് നന്ദനയുടെ ഒരു സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞത് ഇത്തിരി ഇമ്മച്വർ ആയിട്ടുള്ള വ്യക്തിയാണ്, ഇന്നസെന്റ് ആണ്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് വിളിച്ച് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ജാസ്മിനെ കുറിച്ചിട്ട് റോബോ പറയുന്നത് ജാസ്മിനായി തന്നെ നിൽക്കുന്നു, ഇമോഷണലി വളരെ വീക്കാണ്, സ്നേഹിക്കുന്നവരെ മാത്രം കൺസിഡർ ചെയ്യുന്ന ആളാണ്, ഗെയിം ഇപ്പോൾ ഡള്ളാണ്, പക്ഷെ കയറി വരുമെന്ന കോൺഫിഡൻസ് ഉണ്ട്. റോബോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ബാക്കിയുള്ള ആളുകൾക്കൊപ്പം അവിടെ കൂടിക്കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമുണ്ട്, ഒടുക്കത്തെ ചൂടാണ്, AC വേണ്ടതുണ്ട്. റോബോയ്ക്ക് തിരിച്ചു കയറാൻ പറ്റുന്നില്ല. നോറ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവർ തടഞ്ഞു നിർത്തുന്നതിനകത്ത് ഒരു തിരിച്ചിരി പോലും ഇല്ല. എനിക്ക് അത്ര ഒന്നും പറ്റത്തില്ല കേട്ടോ. ഈ എന്ത് ഗെയിമാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു ഫൺ വേണ്ടേ?
ഇങ്ങനെ ഭയങ്കരമായിട്ട് പകയോടെ ഇങ്ങനെ റസ്മിനൊക്കെ ആണെങ്കിലും ഭയങ്കര കലിപ്പ്. ഋഷിയൊക്കെ ആകെ മൊത്തം കലിപ്പായിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെരുക നടക്കുന്ന പോലെ നടക്കുകയാണ്. അങ്ങനെ അവിടെ തള്ളിപ്പിടിക്കുന്നു, അകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നു, സെക്യൂരിറ്റിക്കാരെ കൊണ്ടിരുന്നു, ബലവാൻ ജിൻഡോ വരുന്നു, ശ്രീതു വരുന്നു. അങ്ങനെ ഉന്തും തള്ളും നടന്ന് ഒരു ഗ്ലാസ് ബൗൾ താഴെ വീണ് പൊട്ടുന്നു. ബിഗ് ബോസ് കലിപ്പായിട്ട് അവരെ ലിവിങ് ഏരിയയിലേക്ക് വിന്യസിക്കുന്നു. അവിടെ വന്ന് പിന്നെ ബിഗ് ബോസിൻ്റെ ഉപദേശമാണ്, ഒരു ഫൺ ആക്ട് അതിനെ ആ ഒരു രീതിയിൽ എടുക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ലേ. ശരിക്കും പവർ ടീമിനെ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ടണൽ ടീം കൈയൊക്കെ അടിക്കുന്നു. ബിഗ് ബോസ് ഈ ഒരു മത്സരം ഇവിടെ നിർത്താൻ ഉള്ള ഒരു പ്ലാനിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ നിർത്തരുത് എന്ന് പറയുന്നുണ്ട്. റസ്മിനൊക്കെ പറയുന്നുണ്ട് അവർക്ക് മര്യാദയ്ക്ക് കളിച്ചുകൂടെ, ബാക്കിയുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ കളിച്ചുകൂടെ. ഇത് ഫണ്ണാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടികൾക്കിടയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. ഇവർക്ക് എന്ത് ബുദ്ധിമുട്ട്? ഇതിങ്ങനെയാണ് ഒരു ഹോട്ടൽ മാനേജ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എപ്പിസോഡിൽ കണ്ടതല്ലേ, ബിഗ് ബോസ് അവരെ വിളിച്ചിട്ട് പറയുന്നു ടാസ്ക് പാടെ പരാജയമാണ്, നിങ്ങളാണ് അതിൻ്റെ കാരണം, സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അഭിഷേക് പറയുന്നുണ്ട് എല്ലാ ആൾക്കാരും റിബലായിട്ട് നിൽക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്. റസ്മിനാണെങ്കിൽ ചൂടായിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അത്ര സീരിയസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ പറയുന്നൊരു സംഗതിയുണ്ട്, അവിടുത്തെ ശരിക്കും റിബലായിട്ട് കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ള ഗെയിമേഴ്സ് ആരൊക്കെയാണ്? ജിൻഡോ, ജാസ്മിൻ, സിജോ. ശരി, ഇവർ 3 പേരാണ് മാനേജ് ചെയ്യാൻ പാടുള്ള കണ്ടസ്റ്റൻസ്. ഇവർ പറഞ്ഞ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. സായി, ശരണി, അപ്സര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് ആണ്. അപ്സര എന്നൊക്കെ പറഞ്ഞാൽ ടീമിന് വേണ്ടി എന്തും ചെയ്ത് എല്ലാ ഡ്യൂട്ടിയും ഭംഗിയായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അവരെ മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അവർ റിബൽ ആയതുകൊണ്ടാണോ? അല്ല, ഇവർക്ക് അത് പറ്റിയില്ല. അത് ഇവരുടെ പ്രശ്നം കൊണ്ടാണ്. ഇപ്പോൾ സിജോയ്ക്കൊക്കെ വന്ന സമയത്ത് ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് അവർ ഗെയിമിലേക്ക് വന്നു. അത് അവരുടെ ഒരു ക്വാളിറ്റിയാണ്. ഇവരെ ഭയങ്കരമായിട്ട് ഇവർ വെറുപ്പിച്ചതുകൊണ്ടാണ് ഇവരുടെ കയ്യിൽ നിന്ന് പോയത്. കോയിൻ തിരിച്ചു കൊടുക്കുന്ന കാര്യം പിടിച്ചു വാങ്ങാനൊന്നും ശരിക്കും സാബു പറഞ്ഞില്ല. അവർ തിരിച്ചു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിയാൽ മതിയായിരുന്നു ആ ഒരു പരിപാടി. കാരണം പിന്നീട് അവരവിടെ നിന്ന് കഴിഞ്ഞാലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഗസ്റ്റ് അവരുടെ വർക്കിൽ ഇംപ്രസ്ഡ് ആവില്ലല്ലോ. അത് ഗസ്റ്റിൻ്റെ അതൃപ്തി പവർ ടീമിൻ്റെ അതൃപ്തിയായിട്ട് ഇവരങ്ങോട്ട് എടുത്ത് അവർക്കെതിരെ വലിയ വിഷയം ഉണ്ടാക്കി. നയപരമായിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റിയില്ല. ചില ഓഫറുകൾ വെക്കണമായിരുന്നു. കിച്ചൺ ടീമൊക്കെ ആയിട്ട് വളരെ അടുത്ത് പവർ ടീം നിന്നിട്ട് ഗസ്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെയുള്ള നയപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇവർക്ക് പറ്റിയില്ല. ഇവർ പവർ ടീമാണ്, ഓണേഴ്സ് ആണെന്ന് പറഞ്ഞ് അവിടെ വെറുപ്പിച്ച് നിന്നു. ഇതിനിടയിൽ സിജോ, ശ്രീരാഗ എന്നിവർ ആ വജ്രം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവരവരുടെ ആ ഒരു ഗെയിമിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ശ്രീരേഖ ഇതിനിടയ്ക്ക് പുറത്താക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അവരുടെ ടാസ്ക് അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അവരത് ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഡെൻ ടീം വളരെ ഭംഗിയായിട്ട് തന്നെ അത് സംരക്ഷിക്കുന്നുണ്ട്. ഈ ടണൽ റൂം കിച്ചണിലെ സാധനമൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നത് ഭയങ്കര രസകരമായിട്ടാണ് നമ്മൾ നോക്കിയിരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇതിനിടയിൽ അപ്സരയൊക്കെ അകത്ത് കയറി പറ്റാൻ വേറൊരു ആക്റ്റുമായിട്ട് വരുന്നുണ്ട്. ജിൻഡോയുടെ ഭാര്യയും കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന ഒരു പരിപാടി, അതും വളരെ രസമായിരുന്നു. ശ്രീതു അതിനെ കൈകാര്യം ചെയ്ത ഒരു രീതിയും വളരെ രസമായിരുന്നു. ജിൻഡോയ്ക്ക് അറിയാത്തൊരു ഭാര്യയും കുട്ടിയായതുകൊണ്ട് ആ ഒരു പരിപാടി അങ്ങോട്ട് ഏറ്റില്ല. ആ ഒരു നിമിഷങ്ങൾക്ക് ശേഷം ബി ഹോട്ടൽ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസുകളുടെ അടിസ്ഥാനത്തിൽ ഗസ്റ്റുകൾക്ക് കോയിൻ കൊടുക്കാനുള്ള അവസരമാണ്. ശ്രീരേഖ ഏറ്റവും മികച്ച പെർഫോമറായിട്ട് ശ്വേത തിരഞ്ഞെടുക്കുന്നുണ്ട്. സെക്കൻഡായിട്ട് ജാസ്മിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ജാസ്മിൻ്റെ ആ ഒരു ഹെൽമെറ്റൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന ആ ഒരു സമയം വരെ ജാസ്മിൻ വലിയ കുഴപ്പമില്ലാതെ കളിച്ചു എന്ന് പറയുന്നുണ്ട്. അർജുൻ, ജിൻഡോ, ശ്രീതു എന്നിവരുടെ ഗെയിം കുഴപ്പമില്ലായിരുന്നു എന്നുണ്ടെങ്കിലും ഇവർക്ക് പരസ്പര വിശ്വാസം ഇല്ല എന്നുള്ളതും ശ്വേത അവിടെ പറഞ്ഞ കാര്യമാണ്. സാബു ഇന്നലെ മുതൽ വൃത്തിയുടെ കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നതാണ്. ഹോട്ടൽ മാനേജ്മെന്റ് വളരെ സീരിയസ് ആണ് എന്ന് ശ്വേത അഭിപ്രായപ്പെടുന്നുണ്ട്. നോറ ഇൻസ്റ്റന്റ് സ്റ്റോറി മേക്കറാണ്. അൻസിബ വളരെയധികം സ്ട്രെസ്ഡ് ആണ്. ഋഷിക്ക് ഡിസിഷൻ പവർ തീരെയില്ല. ഒരു HR വേണ്ട ചില ക്വാളിറ്റികൾ ഇല്ല എന്ന് പറയുന്നു. സാബു പിന്നീട് പറയുന്നു നിങ്ങൾക്ക് ഹോട്ടൽ പരിപാടിയൊന്നും പറ്റില്ല, നിങ്ങൾക്ക് വല്ല മിലിറ്ററി ബാരക്കോ എല്ലാം തുടങ്ങുക. അഭിഷേക് ഒന്നും ചെയ്തില്ല. ഏതായാലും പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നെക്സ്റ്റ് ടീം 305 കോയിനുകളാണ് നേടിയിട്ടുള്ളത്. ഡെൻ ടീം 485 കോയിനുകൾ നേടി ഫസ്റ്റ് ആയിട്ടുണ്ട്. 2 പോയിന്റുകൾ അവർക്കുണ്ട്. ഈ ഒരു ചലഞ്ച് കഴിയുന്ന സമയത്ത് 4 പോയിന്റുകൾ നേടി, ടോട്ടൽ 4 പോയിന്റുകൾ നേടി ഡെന്ന് പവർ ടീമുമായിട്ട് മത്സരിക്കുകയാണ്. റസ്മിൻ ആൻഡ് അർജുനാണ് ആദ്യം കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. കണ്ടാൽ സിമ്പിളെന്ന് തോന്നുന്ന ഒരു ഗെയിമാണ്, പക്ഷെ അത്ര സിമ്പിളൊന്നുമല്ല. ഒരു കാൽക്കുലേഷനൊക്കെ വേണം. ഒരു ടേബിളാണ്, അതിൻ്റെ മുകളിൽ കൂടെ ബോൾ ഇങ്ങനെ ഉരുട്ടണം. കുറേ ഹോളുകളുണ്ട്, അവിടെ
ബോളുകൾ വീഴണം. കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ ഹോളുകളിലും ബോൾ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബോളുകൾ ഫില്ല് ചെയ്ത ആൾ ജയിക്കും. അങ്ങനെയാണ്. കിടിലൻ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അവസാനം ബോൾ തപ്പാൻ വേണ്ടി റസ്മിൻ പോയതുകൊണ്ട് ജയിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഡെൻ ടീം ജയിക്കുകയാണ്. അതിനുശേഷം മറ്റൊരു ഗെയിം ഉണ്ടായിരുന്നു, ചക്രവ്യൂഹം ഗെയിം. അഭിഷേകും ജിൻഡോയുമാണ് ഇറങ്ങുന്നത്. ഒരു തവണ ഒരു ഗെയിമിൽ ഇറങ്ങിയ ആളുകൾക്ക് പിന്നീട് ഇറങ്ങാൻ അവസരമില്ല. ടയർ ഇങ്ങനെ ഉരുട്ടി നിരത്തി വെച്ചിരിക്കുന്ന കുപ്പികൾ വീഴിക്കുക എന്നുള്ള പരിപാടിയാണ്. ആ ഒരു ഗെയിമിൽ ഏറ്റവും കൂടുതൽ ടയർ ഉരുട്ടി കുപ്പി വീഴിച്ച് പവർ ടീം വിജയിച്ചു. അതുകൊണ്ട് വീണ്ടും ഒരു ഗെയിം ഉണ്ടായിരുന്നു, കറക്കും പന്ത്. നോറ ഫ്രം പവർ ടീം ആദ്യം വരുന്നുണ്ട്, ശ്രീതു ഫ്രം ഡെൻ വരുന്നുണ്ട്. അങ്ങനെ പവർ ടീം 4 ബോളുകൾ ഇങ്ങനെ കറക്കും റോബോട്ടിനെ കൊണ്ട് അടുപ്പിക്കാതെ ബാസ്ക്കറ്റിൽ വീഴിച്ചു. ഡെൻ ടീം 5 ബോളുകൾ വീഴിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു ഗെയിമിൽ ഡെൻ വിജയിച്ചിരിക്കുകയാണ്. ഡെൻ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ബി ഹോട്ടൽ ടാസ്കിലും അതേപോലെ തന്നെ ഈ ഒരു പവർ ചലഞ്ചിൻ്റെ അവസാനഘട്ട ഗെയിമുകളിലും കിടിലൻ പെർഫോമൻസുകളായിരുന്നു. പിന്നീട് നമ്മൾ എപ്പിസോഡിൽ കണ്ടത് ഗസ്റ്റും കണ്ടസ്റ്റൻസും തൊഴിലാളികളും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. 2 ദിവസത്തെ നല്ല എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് അവർ സംസാരിക്കുകയാണ്. ഋഷി ഗംഭീരമായിട്ടുള്ള ഒരു നന്ദി പ്രസംഗമൊക്കെ പറയുകയുണ്ടായി. ഭയങ്കര രസമുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു. അവിടെയാണ് കണ്ടസ്റ്റൻസിൽ ആർക്കെങ്കിലും പരസ്പരം എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ പറയാൻ ശ്വേത ആ ഒരു അവസരം കൊടുത്തത്. അങ്ങനെ ജാസ്മിൻ പറയുന്നു നോറയോട് സോറി, റസ്മിൻ പറയുന്നു ജാസ്മിനോട് സോറി. അങ്ങനെയൊക്കെ വളരെ നൈസായിട്ട് അവസാനിച്ചു. എന്താണ് നിങ്ങളുടെ ബി ഹോട്ടൽ ടാസ്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. ആരാണ് ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മികച്ച ഗെയിമർ എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.